വ്യാഖ്യാനവും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് കേട്ടാൽ കൊള്ളാം. അതല്ല, ആദ്യം വ്യാഖ്യാനം പറയാം. വ്യാഖ്യാനത്തിൻ്റെ ലക്ഷണം മനസ്സിലാക്കിയാലേ ഭാഷ്യത്തിൻ്റെത് അടുത്ത ഘട്ടത്തിൽ പറയാനൊക്കെ. ഇപ്പം പലപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു മൂലകൃതിയുടെ അർത്ഥമോ സാരമോ കൊടുത്തിട്ട് വ്യാഖ്യാനം എന്ന് കൊടുക്കുന്നൊരു പ്രവണത വളർന്നു വരുന്നുണ്ട് ഇക്കാലത്ത്. അത് തെറ്റാണെന്ന് പറയുന്നില്ല, പക്ഷേ ശരിയല്ല. കാരണം വ്യാഖ്യാനത്തിന് വ്യക്തമായ ലക്ഷണങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൻ്റെ വ്യാഖ്യാനം എന്ന് പറയണമെങ്കിൽ അതിന് 5 ലക്ഷണങ്ങൾ തികയണം. പദച്ഛേദോ പദാർത്ഥോക്തി വിഗ്രഹോ വാക്യയോജന ആക്ഷേപസ്യ സമാധാനം വ്യാഖ്യാനം 5 ലക്ഷണം. ഒന്നുകൂടി പറയാം. പദച്ഛേദോ പദാർത്ഥോക്തി വിഗ്രഹോ വാക്യയോജന ആക്ഷേപസ്യ സമാധാനം വ്യാഖ്യാനം 5 ലക്ഷണം. അപ്പോൾ ഒരു പദ്യമോ ഗദ്യമോ സൂത്രമോ എന്താണോ വ്യാഖ്യാനിക്കപ്പെടേണ്ടുന്ന മൂലകൃതി, അതിൻ്റെ പദച്ഛേദം ആദ്യം ചെയ്യണം. ആദ്യം പദം ഛേദിക്കണം. 2 പദാർത്ഥോക്തി, പദത്തിൻ്റെ അർത്ഥം പറയണം. ആദ്യം പദം ഛേദിക്കണം. 2 പദത്തിൻ്റെ അർത്ഥം പറയണം. 3 വിഗ്രഹോ, വിഗ്രഹ, വിഗ്രഹം എന്ന് പറഞ്ഞാൽ സമസ്ത പദങ്ങളെ മുറിക്കണം. സമസ്ത പദങ്ങളെ മുറിക്കണം. തോന്നിയോണം മുറിക്കാൻ പറ്റില്ല. സമാസത്തിൻ്റെ നിയമങ്ങളനുസരിച്ചേ മുറിക്കാൻ പറ്റും. അതുപോലെ പദച്ഛേദം തോന്നിയോണം ചെയ്യാൻ പറ്റില്ല. സന്ധിയുടെ നിയമങ്ങളനുസരിച്ച് ചെയ്യാൻ പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നിയമങ്ങൾക്കനുസരിച്ച് പദങ്ങളെ ഛേദിക്കുക, ഓരോ പദത്തിൻ്റെയും തന്നെ അർത്ഥത്തെ പറയുക, വ്യാകരണ നിയമങ്ങൾക്കനുസരിച്ച് സമാസം വേർപെടുത്തുക, വിഗ്രഹം. എന്നിട്ട് വ്യാഖ്യാതാവ് ഉദ്ദേശിക്കുന്ന രീതിയിൽ വാക്യങ്ങളെ ഘടിപ്പിക്കുക, വാക്യയോജന. അങ്ങനെ ഘടിപ്പിച്ച വാക്യത്തിനെ സംബന്ധിച്ച് എതിരഭിപ്രായങ്ങൾ വരാം. നീ ചെയ്തത് ശരിയായില്ല, ഇതല്ല അതിൻ്റെ അർത്ഥം എന്ന് വേറൊരാൾക്ക് പറയാം. അതിനെ മുൻകൂട്ടി കണ്ടതിന് മറുപടി പറയണം. ആക്ഷേപസ്യ സമാധാനം. ഈ 5 ലക്ഷണങ്ങൾ തികഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് വ്യാഖ്യാനം. പദച്ഛേദോ പദാർത്ഥോക്തി വിഗ്രഹോ വാക്യയോജന ആക്ഷേപസ്യ സമാധാനം വ്യാഖ്യാനം 5 ലക്ഷണം. അത് അന്വയിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അന്വയിക്കുകയാണ്. പദങ്ങളെ ഛേദിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വാക്യത്തെ യോജിപ്പിക്കണം. ആ വാക്യത്തെ യോജിപ്പിക്കുന്നതാണ് അന്വയം. ഒരാൾ മുറിക്കുന്നത് പോലെ വേറൊരാൾ മുറിച്ചോളണം എന്നില്ല. ഒരാൾ കൽപ്പിക്കുന്ന അർത്ഥം വേറൊരാൾ കൽപ്പിച്ചോളണം എന്നില്ല. കാരണം ഇപ്പോൾ പദച്ഛേദം സന്ധിയുടെ നിയമങ്ങൾക്കനുസരിച്ച് ഛേദിക്കണം. അതിൽ മാറ്റം വരാനില്ല. പൊതുവേ മാറ്റം വരാനില്ല. പൊതുവേ എന്നേ പറഞ്ഞുള്ളൂ, അതിൽ മാറ്റം വരാം. എന്നാൽ സമാസത്തിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് വിഗ്രഹിക്കുമ്പോൾ ഒരാൾ വിഗ്രഹിച്ചതുപോലെ വേറൊരാൾ വിഗ്രഹിച്ചോളണം എന്ന് പറയാൻ വയ്യ. അതിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. വളരെ പ്രസിദ്ധമായൊരു ഉദാഹരണം ചോദിച്ചുകൊണ്ട് പറയുകയാണ്. വളരെ പ്രസിദ്ധമായൊരു ഉദാഹരണം കാളിദാസൻ്റെ വളരെ പ്രസിദ്ധമായ വാക്യമാണ് ജഗതഃ പിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ എന്ന. ഈ ജഗത്തിൻ്റെ പിതൃക്കളാകുന്ന പാർവതീ പരമേശ്വരന്മാരെ നമസ്കരിക്കുന്നു, വന്ദിക്കുന്നു എന്നാണ് അർത്ഥം.
ആരാണ് ഈ പാർവതി പരമേശ്വരവും? ആരാ? അപ്പോൾ ഒരാൾ പറഞ്ഞു പാർവതി ച പരമേശ്വര ച പാർവതി പരമേശ്വരവും. പാർവതിയും പരമേശ്വരനുമാണ് പാർവതി പരമേശ്വരന്മാർ. റൈറ്റ്, ശരിയാണ്. വേറൊരാൾ പറഞ്ഞു ശരിയല്ല, അങ്ങനെയല്ല അത്. പിന്നെ എങ്ങനെയാ? പാർവതീപ രമേശ്വരവും. പാർവതീപൻ മഹാദേവൻ പരമശിവൻ, രമേശ്വരൻ വിഷ്ണു, രമയുടെ ഈശ്വരൻ. അപ്പോൾ ജഗത്തിൻ്റെ പിതൃക്കളായ പാർവതീ പരമേശ്വരന്മാരെ, പാർവതിയെയും ശിവനെയും വന്ദിക്കുന്നു എന്നൊരർത്ഥം. മറ്റേ അർത്ഥം ജഗത്തിൻ്റെ പിതൃക്കളായ ശിവനെയും വിഷ്ണുവെയും വന്ദിക്കുന്നു. ഏതാ ശരി? രണ്ടും ശരിയാ. അപ്പോൾ ഒരാൾ വിഗ്രഹിച്ചതുപോലെ വേറൊരാൾ വിഗ്രഹിക്കണം എന്നില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് അനേക വ്യാഖ്യാനങ്ങൾ വരുന്നത്. അതുപോലെ ഒരു ധാതുവിന് ഒരു 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 മൂന്നർത്ഥം ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഒരു ഉപസർഗത്തിന് രണ്ടർത്ഥം ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഒരു പ്രത്യയത്തിന് മൂന്നർത്ഥം ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഈ ഉപസർഗ ധാതു പ്രത്യയങ്ങൾ ചേർന്ന ശബ്ദത്തിന് 18 അർത്ഥം ഉണ്ടാവാം. 392 18 അർത്ഥം ഉണ്ടാവും. അപ്പോൾ ഏതർത്ഥം നമ്മൾ സ്വീകരിക്കുന്നത് അത് മറ്റൊരാൾ പറഞ്ഞോളണമെന്നില്ല. അപ്പം നമ്മൾ പറഞ്ഞതിന് എതിരഭിപ്രായം വന്നാൽ അതിന് മറുപടി പറയണം. എന്ന കാരണം കൊണ്ട് ഞാൻ എടുത്തത് തന്നെയാണ് എന്ന് സമർത്ഥിക്കാൻ കഴിയണം. അപ്പം ഇത്രയും ചെയ്താൽ അത് വ്യാഖ്യാനായി. അപ്പോഴാണ് രണ്ടാമത്തെ ചോദ്യം, ഭാഷ്യമോ? അപ്പം ഭാഷ്യം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ വ്യാഖ്യാനം തന്നെയാണ്. എന്നാൽ വ്യാഖ്യാനത്തിൻ്റെ കൂടെ സ്വന്തം സിദ്ധാന്തം സമർത്ഥിക്കുക കൂടി ചെയ്യുമ്പോൾ അത് ഭാഷ്യമാകും. അപ്പം ഏതെങ്കിലും ഒരു മൂലകൃതിയോടൊപ്പം സ്വസിദ്ധാന്ത സമർത്ഥനം ചെയ്യുമ്പോഴാണ് ഒന്ന് ഭാഷ്യമായി തീരുന്നത്. അത് ഈ മൊത്തം എല്ലാ കൃതികൾക്കും ഉള്ളതായ വ്യാഖ്യാന ലക്ഷണം പോലെ ഒരു ഭാഷ്യലക്ഷണം നമുക്ക് പൂർവാചാര്യന്മാർ പറഞ്ഞു തന്നിട്ടില്ല. എന്നാൽ സൂത്രഭാഷ്യത്തിൻ്റെ ലക്ഷണം പറഞ്ഞിട്ടുണ്ട്. സൂത്രഭാഷ്യത്തിന് ഇപ്പം സൂത്രഭാഷ്യത്തിൻ്റെ ലക്ഷണം എങ്ങനെയാണ് പറയുന്നത്? സൂത്രാർത്ഥോ വർണ്യത്തെ യത്ര പദൈഹി സൂത്രാനുസാരിഭി സ്വപദാനി ച വാച്യന്തേ ഭാഷ്യം ഭാഷ്യവിദോ വിദുഹു. താത്പര്യം, സൂത്രാർത്ഥോ വർണ്യതേ എത്ര, എവിടെയാണോ സൂത്രാർത്ഥം വർണ്ണിക്കപ്പെടുന്നത്, സൂത്രത്തിൻ്റെ അർത്ഥം വർണ്ണിക്കപ്പെടുന്നത്, പദൈഹി സൂത്രാനുസാരിഭി, സൂത്രത്തിനനുസൃതങ്ങളായ പദങ്ങളെ കൊണ്ട്, ഒപ്പം തന്നെ സ്വപദാനിച വാച്യന്തേ, സ്വന്തം പദത്തെ, സ്വന്തം അഭിപ്രായത്തെ, സ്വന്തം ആശയത്തെ കൂട്ടിച്ചേർത്ത് പറയുന്നു. അപ്പം അത് ഭാഷ്യയായി. അപ്പോൾ ഭാഷ്യങ്ങൾ പൊതുവെ വ്യാഖ്യാനങ്ങളാണ്, പൊതുവെ. എന്നാൽ വ്യാഖ്യാനങ്ങൾ ഭാഷ്യങ്ങളാവണം എന്നില്ല. അത് ശ്രദ്ധിക്കുക.